ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് പോകുന്നതെന്ന് വെച്ചാൽ മുട്ടം ബീച്ചിലേക്കാണ് ഞാൻ പോകുന്നത്. തമിഴ്നാട്ടിലുള്ള മുട്ടം ബീച്ചിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാനവിടെ ആദ്യമായിട്ടാണ് പോകുന്നത്. കണ്ടിട്ടില്ല അവിടെ എങ്ങനെയാണ്, ആ ബീച്ച് എങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ ആണ് ഞാൻ പോകുന്നത്. മിക്ക എൻ്റെ വീഡിയോയും സൺഡേ ആണ് ഞാൻ പോകുന്നത്. അന്നാണ് സമയം കിട്ടാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ സൺഡേ പോകുന്നതും വീഡിയോ എടുക്കുന്നത്. പിന്നെ മൊബൈലിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇറിറ്റേഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും. ഷേക്ക് ആവുന്നുണ്ട്. ഉടനെ ഒരു ക്യാമറ വാങ്ങിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എനിക്ക് എൻ്റെ ഈ ചാനൽ ഏറ്റവും ബെസ്റ്റായിട്ട് കൊണ്ടുപോകുന്നതാണ് എൻ്റെ ആഗ്രഹം. ആഗ്രഹത്തിന് നിങ്ങളും കൂടെ വേണം, നിങ്ങൾ കൂടെ ഉണ്ടാവണം. നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനലൊന്ന് ബെസ്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടാണ് എൻ്റെ അച്ചീവ്മെൻറ്റ്. ഇപ്പോൾ ബീച്ച് എത്താറായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മത്സ്യബന്ധന തുറമുഖമാണ്. ഈ ബീച്ചിന് കുറച്ച് അപ്പുറത്തായിട്ട് ഹാർബറൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടുത്തെ ജനസംഖ്യ എന്ന് വെച്ചാൽ 15,000 കൂടുതലുണ്ട്. 2012 കണക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബീച്ചിലെ കാഴ്ചയൊക്കെ എന്തായാലും ഒന്ന് കാണാം ഇറങ്ങിയിട്ട്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങിയവിടെ കണ്ടത് ഇവിടുത്തെ ലൈറ്റ് ഹൗസ് ആണ് കാണുന്നത്. ലൈറ്റ് ഹൗസ് കൊള്ളാം, പക്ഷെ അത് കുറച്ച് ദൂരത്തായിട്ടാണ്. ഞാൻ ബീച്ചിലോട്ട് ഇറങ്ങി അവിടുത്തെ കാഴ്ചകളാണ്. ലൈറ്റ് ഹൗസിലോട്ട് പോകുന്നില്ല. എന്തായാലും ബീച്ചിലോട്ട് ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് വെച്ചാൽ തമിഴ്നാട്ടിലുള്ള മുട്ടം ബീച്ചിലേക്കാണ് ഞാൻ വന്നേക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുള്ള് പാറയാണ്. അതായത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഫുള്ള് പാറയാണ്. ഈ ബീച്ച് എൻട്രി ആവുന്ന വഴി ഫുള്ള് പാറയാണ്. ഇവിടുത്തെ ഏറ്റവും ആകർഷകമായത് ഇവിടുത്തെ പാറ തന്നെയാണ്. കൂറ്റൻ പാറകളാണ് ഈ ബീച്ചിൽ മനോഹരമാക്കുന്നത്. ഇത് മുട്ടം ബീച്ചിലെ തമിഴ്നാട് സംസ്ഥാനത്തിലെ കന്യാകുമാരി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിലെ മനോഹരമായ കടൽക്കരയാണിത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന കൂറ്റൻ പാറകൾ മനോഹരമാക്കുന്നുണ്ട് ബീച്ചിനെ. അവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയപ്പെടുന്നത് മത്സ്യബന്ധനം തന്നെയാണ്. അവിടുത്തെ ഏറ്റവും വലിയ വ്യവസായവും മത്സ്യബന്ധനമെന്നാണ് പറയപ്പെടുന്നത്. തിരുവനന്തപുരത്ത് നിന്നും 75 കിലോമീറ്ററാണ് ഇവിടെ വരാൻ ഉള്ള ദൂരം. ഇനി അത് കന്യാകുമാരിയിൽ നിന്നാണെങ്കിൽ 35 കിലോമീറ്റർ ദൂരത്തിലാണ് മുട്ടം ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ വൃത്തിയുള്ള ബീച്ചുമായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു. എനിക്ക് തോന്നുന്നു വെയിലായതുകൊണ്ട് പൊതുവെ തിരക്ക് കുറവായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഞായറാഴ്ചയും കൂടിയാണ്, തിരക്കുണ്ടാവേണ്ടതാണ്. പിന്നെ നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ തിരക്ക് കുറവായിരിക്കും. സാധാരണ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പൊതുവെ ഇനിയിപ്പം ഇവിടെ തിരക്കുണ്ടോ, തിരക്ക് കുറവാണോ എന്നൊന്നും അറിയത്തില്ല. വെയിലായതുകൊണ്ടായിരിക്കും പൊതുവെ ചിലപ്പോൾ തിരക്ക് കുറവ്. അപ്പം ഇവിടുത്തെ ഇങ്ങനെയൊക്കെ നോക്കാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ പാറ ഫുള്ളും പായലാണ്. ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പോൾ തെന്നാൻ സാധ്യതയുണ്ട്, വീഴും. പിന്നെ ആ പാറയുടെ മുകളിലായിട്ടൊക്കെ എന്തോ പണിതിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും കാണാനില്ല, ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് വഴിയെ നടന്ന് കാണാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. നമുക്ക് പാറയുടെ അവിടെ നമുക്ക് കുറച്ച് നേരം ദൂരം പോവാം. കുറച്ച് അപ്പുറത്തേക്ക് നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ ഉണ്ട്. അവരെ തിരിച്ച് കയറാൻ പറയും, അവർ ഫിസിലടിക്കും. പിന്നെ നമുക്ക് കുറച്ച് ദൂരം പോകാം. എന്നാലും പാറയിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പായൽ പിടിച്ച് കിടപ്പിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഡേഞ്ചർ സോണാണ്. പിന്നെ അവിടെ വരുമ്പോൾ തന്നെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്, ആരൊക്കെയോ മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. കുറച്ച് ദൂരത്തേക്ക് നമുക്ക് പോവാം. പിന്നെ പൊതുവെ സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ടുണ്ട്. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്.
ഈ സ്റ്റെപ്പ് കയറി അങ്ങ് മുകളിൽ കയറിയിട്ടൊരു കാഴ്ചയുണ്ട്. എൻ്റെ മോനെ, അതൊരു ഒന്നൊന്നര കാഴ്ചയല്ല കേട്ടോ. നല്ല കാറ്റുണ്ട്, നല്ല ഫീലായിട്ടുണ്ട് കേട്ടോ. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ഫീല്. അതിങ്ങനെ മണ്ട കയറിയിരിക്കുമ്പോൾ നല്ല പോലെ അവിടുത്തെ കാഴ്ചകൾ ഫുള്ള് നമുക്കിങ്ങനെ കാണുകയും ചെയ്യാം. നല്ല രസമുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ നോക്കാൻ. പിന്നെ വന്നിട്ട് ബ്രിട്ടീഷുകാർ 8-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു വിളക്കുമരം സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുമല്ല, വീരനന്ദി എന്ന ഒരു ജൈന ഭിക്ഷു തിരുനാളെ കൊണ്ട് മേലെപ്പള്ളിയിൽ നിന്നും ഇവിടെ വന്ന് താമസിച്ചു ജൈനമതം പ്രചരിപ്പിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പണ്ടുള്ള ആൾക്കാർ. പിന്നെ ഇതൊക്കെ എനിക്ക് വായിച്ചുള്ള ഒരു ചെറിയ അറിവ് മാത്രമേ ഉള്ളൂ, എല്ലാം കറക്റ്റ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക.